മന്ത്രിമാരായ ബിന്ദു കൃഷ്ണയുടെയും തുളസിയുടെയും നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിന തലേന്ന് സ്ത്രീകളുടെ രാത്രി നടത്തം ഇപ്പോൾ തുടരുകയാണ്. തത്സമയം അനിരു അശോക് ചേരുന്നു വിവരങ്ങളുമായി. അനിരു, ഏറെ പ്രചാരം നേടിയൊരു സംഭവമായിരുന്നു ഇത്. സ്ത്രീകൾ മാത്രമാണ് പങ്കെടുക്കുന്നത്. എന്തൊക്കെയാണ് അവിടുത്തെ തത്സമയ വിവരങ്ങൾ? ആയുർവേദ ജംഗ്ഷനിലേക്ക് സ്ത്രീകളുടെ ഈ രാത്രി നടത്തം ആരംഭിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി വി.ഡി. സതീശനും മന്ത്രിമാരായ ബിന്ദു കൃഷ്ണയ്ക്കൊപ്പവും അതുപോലെ തന്നെ തുളസിക്കും ഒപ്പമുണ്ട്. നൂറുകണക്കിന് വനിതാ പ്രവർത്തകരും സംഘടനകളും ഒക്കെയാണ് ഈ ഒരു രാത്രികാല നടത്തത്തിനൊപ്പം സർക്കാരിനൊപ്പം വനിതാ ശിശുക്ഷേമ വകുപ്പിനൊപ്പം ചേർന്നിരിക്കുന്നത്. അതായത് രാത്രികാലങ്ങളിൽ പൊതു ഇടങ്ങൾ സ്ത്രീകൾക്കും കൂടി അവകാശപ്പെട്ടത് എന്നുള്ള ഒരു വിളംബരവുമായാണ് വനിതാ വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. സ്ത്രീകൾക്ക് സ്വയം പര്യാപ്തത അവർ കൈവരിച്ചെങ്കിലും ഇന്നും കേരളത്തിലെ പൊതു ഇടങ്ങളിൽ രാത്രികാലങ്ങളിൽ സ്ത്രീകൾക്ക് അന്യമാണ്, അവർക്ക് ഭയപ്പെടുത്തുന്നതാണ് എന്നുള്ളതാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ഇടയാക്കിയത്. സ്ത്രീകളുടെ ഒരു വലിയ ഘോഷയാത്രയായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ആദ്യം സ്ത്രീകളുടെ സൈക്കിൾ റാലിയാണ്, അതിനുശേഷം സ്ത്രീകളുടെ കളരിപ്പയറ്റ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. മുഖ്യമന്ത്രി ഇപ്പോൾ സ്ത്രീകളുടെ കളരിപ്പയറ്റാണ് ഇപ്പോൾ വീക്ഷിക്കുന്നത്. അദ്ദേഹം ഇതിന് ശേഷം മുന്നോട്ട് നീങ്ങുമെന്ന് തന്നെയാണ് അറിയുന്നത്. ഈ ഒരു ഘോഷയാത്ര ആയുർവേദ കോളേജ് ജംഗ്ഷനിലാണ് സമാപിക്കുന്നത്. പ്രമുഖ വനിതാ പ്രവർത്തകരുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJPയുടെ ഡെപ്യൂട്ടി മേയറായ ആശാനാഥ് ഉണ്ട്. അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ച് IG അജിത ബീഗമുണ്ട്. അങ്ങനെ ഉദ്യോഗസ്ഥ തലത്തിലും കോർപ്പറേഷന്റെ തലത്തിലടക്കമുള്ള കൗൺസിലർമാരടക്കമുള്ള ഒരു വലിയ വനിതാ പ്രാതിനിധ്യം തന്നെയുണ്ട്. കൂടാതെ ഇവർക്ക് പിന്തുണയുമായിട്ട് ഇപ്പോൾ പുരുഷ പ്രവർത്തകരടക്കമുള്ളവർ ഉണ്ട്. ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നത് കോൺഗ്രസിന്റെ അടക്കം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിലടക്കമുള്ള ഒരു വലിയ പുരുഷ പോലീസുകാർ പ്രവർത്തകരും ഒക്കെ തന്നെയാണ്. ഈ ഒരു മണിവരെയാണ് ഈ പരിപാടി നീണ്ടു നിൽക്കുക. 9:30 മുതൽ രാത്രി 1 മണിവരെ ഈ പരിപാടി നീണ്ടു നിൽക്കും. വിവിധ ആഘോഷ പരിപാടികളുണ്ട്. ഷീ സൈക്ലിംഗ് ആണ് ഈ ഘോഷയാത്രയുടെ മുന്നിൽ നടക്കുക. 25 വനിതകൾ നേതൃത്വം നൽകുന്ന ഷീ സൈക്ലിംഗ് ആണ് ആദ്യം. അത് കഴിഞ്ഞിട്ട് പൂജപ്പുരയിലെ 40 പെൺകുട്ടികളുടെ സ്കേറ്റിംഗ് പ്രകടനമാണ് ഈ ഘോഷയാത്രയുടെ തൊട്ടടുത്ത പിന്നിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ എയർഫോഴ്സ് ഫാമിലിയുടെ വെൽഫെയർ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ചില ദിന തലേന്ന് നടക്കുന്ന രാത്രി നടത്തം തത്സമയം തുടരുകയാണ്. അനിരു അശോകാണ് വിവരങ്ങൾ നൽകിയത്.